90% ഓഫ് ദ CVs അയർലൻഡിൽ റിജക്റ്റ് ആവാനുള്ള ഒരു ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് റോങ് ഡോക്യുമെൻറ്റ് സബ്മിഷനാണ്. ആൻഡ് ATS കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു CV എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ലൈ ആണ്. നമ്മുടെ റെസ്യൂമയുടെ വെയിറ്റേജ് ഭയങ്കരമായിട്ട് കൂട്ടും. ഇതാണ് ഞാൻ ചെയ്തത്, ഇതാണ് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞു കൊടുത്തത്. ആൻഡ് ഇത് ഞാൻ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എനിക്കറിയാവുന്ന എല്ലാവർക്കും ജോലിയുണ്ട്. ഇപ്പോൾ എങ്കിലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന് നമ്മൾ എന്തോരം നമ്മൾ പാമ്പർ ചെയ്യൂ, അതിൻ്റെ അപ്പുറം പാമ്പറിങ് നമ്മൾ ലിങ്ക്ഡിനിന് കൊടുക്കണം. അത് ചോദിക്കുമ്പോഴാണ് ഒരു HR സീക്രട്ട്, അത് ഇതുവരെ നിങ്ങൾ വെളിപ്പെടുത്താത്തൊരു HR സീക്രട്ട് എന്താണ്? ഹലോ ഗായ്സ്, ദിസ് ഈസ് അജു ഫ്രം ഫ്രെയിമെക്സ് സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഹൗ ടു ക്രാക്ക് എ ഇൻ്റർവ്യൂ ഇൻ അയർലാൻഡ്. നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു HR ഓഫീസറാണ് റീമ സെയിൻ. റീമ സെയിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് അജു ഫോർ ഹാവിങ് മീ ഓൺ ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ്. ഇന്ന് ഇങ്ങനൊരു ടോപ്പിക്കിൽ ഇങ്ങനൊരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച് F Talks ആൻഡ് താങ്ക് യു സോ മച്ച് ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ജോബ് കിട്ടുക ഒരു എല്ലാവരുടെ ഒരു ഡ്രീമാണ്. പ്രത്യേകിച്ച് അയർലാൻഡിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ഒരു ജോബ് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം റീമ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു HR ഓഫീസറാണ്. അപ്പം റീമയ്ക്ക് അറിയാം എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ജോബിന് കിട്ടുക എന്നുള്ളതും എങ്ങനെയൊക്കെ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ടിപ്സും ട്രിക്സും ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ റീമ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നറിയാം, നമ്മളെ ലിസണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നറിയാം, വ്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നറിയാം. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സംശയമാണ്, ലൈക്ക് 90% CV അയക്കുന്ന റിജക്റ്റ് ആവാറുണ്ട് അയർലാൻഡിൽ. അതെന്തുകൊണ്ടായിരിക്കും? 90% ഓഫ് ദ CVs അയർലൻഡിൽ റിജക്റ്റ് ആവാനുള്ള ഒരു ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് റോങ് ഡോക്യുമെൻറ്റ് സബ്മിഷനാണ്. ഇപ്പം ഒരു എംപ്ലോയർ CV ആണ് നമ്മളുടെ ഒരു എംപ്ലോയറിന് ആവശ്യം എന്നുണ്ടെങ്കിൽ പലപ്പോഴും റെസ്യൂമേ ആയിരിക്കും ആൾക്കാർ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്യൂമയുടെ സ്ഥാനത്ത് CV സബ്മിറ്റ് ചെയ്യുക. അപ്പം കുറേ കാൻഡിഡേറ്റ്സും വിചാരിക്കുന്നത് രണ്ടും സെയിം ഡോക്യുമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അല്ല. CV എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാൻഡിഡേറ്റിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കരിക്കുലം വിറ്റ എന്ന് പറയുന്നത്. പക്ഷേ റെസ്യൂമേ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാൻഡിഡേറ്റിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ സ്കില്ലിനെയാണ് കൂടുതൽ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരു എംപ്ലോയർ ചോദിക്കുക. അപ്പം ഇത് തമ്മിലുള്ളൊരു കൺഫ്യൂഷനാണ് ബിഗ്ഗസ്റ്റ് റീസൺ. രണ്ടാമത്തെന്ന് പറയുന്നത് സ്ട്രക്ചർ, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ലായ്മ. ബോത്ത് CVയിലാണെങ്കിലും റെസ്യൂമയിലാണെങ്കിലും പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തത്. അതായത് ഭയങ്കര ക്ലസ്റ്റർ, ലൈക്ക് കുറേ ഇൻഫർമേഷൻ ഒരു കുഞ്ഞ് സ്പേസിൽ കുത്തിക്കയറ്റി നിറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത്, അപ്പം അത് വായിക്കുന്ന ഒരു CV അല്ലെങ്കിൽ ഒരു റെസ്യൂമെ വായിക്കുന്ന ഒരു റിക്രൂട്ടർ എന്ന് പറയുന്ന അതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 3 to 6 minutes ആയിരിക്കും മാക്സിമം. ഈ ഒരു 3 to 6 minutes ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കിൽസ് അല്ലെങ്കിൽ വാല്യൂസ് ആ ഒരു റെസ്യൂമയിലോ CVയിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരത് മാറ്റി വെച്ചിട്ട് അടുത്ത റെസ്യൂമയിലോട്ട് പോകും. സോ ഇത് അടുത്തൊരു സ്ട്രക്ചർ ഇല്ലായ്മ അടുത്തൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് രണ്ട് കാരണമായിരിക്കും 90% ഓഫ് ദ CVs റിജക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ ഇത് രണ്ടാണ്. അല്ലാണ്ട് നമുക്ക് സ്കിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടല്ല, എപ്പോഴും അതായിരിക്കണം എന്നില്ല. Is there any exact CV formula to get job in Ireland? യെസ്, CV ആണെങ്കിലും റെസ്യൂമെ ആണെങ്കിലും അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഫസ്റ്റ് I'll start with CVയുടെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഫോർമാറ്റ്. എപ്പോഴും ഒരു CVയിൽ നമ്മൾ സമ്മറി ഒബ്വിയസ്ലി വേണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് വേണം. സമ്മറി എന്ന് പറയുന്ന സമയത്ത് അത് ഒത്തിരി വേർഡി ആവാൻ പാടില്ല. മാക്സിമം 3 to 4 സെൻറ്റൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലാദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് ഉള്ളൊരു 1 liner ആയിരിക്കും. അതായത് നമ്മുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഇതൊരു 1 liner ആദ്യത്തെ സെൻറ്റൻസ് ആവാം. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ സ്കിൽസ് പൊസസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു 1 liner ആവാം. മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഞാൻ ആ പെർട്ടിക്കുലർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു 3 ആയിരിക്കണം നമ്മുടെ സമ്മറി. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം റെസ്യൂമേലാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒത്തിരി എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു CVയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എലാബറേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ ലൈക്ക്
എന്തൊക്കെ സ്കിൽസ് നമ്മൾ പൊസസ് ചെയ്യുന്നുണ്ടോ ആ സ്കിൽസ് നമ്മൾ എങ്ങനെ അക്വയർ ചെയ്തു എന്നുള്ളത് നമ്മളൊരു സി വിയിൽ കാണിക്കണം. കാരണം ഒരു റിക്രൂട്ടർ സി വി ആണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ അവർ മെയിനായിട്ട് വായിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ ഏരിയ ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ വേണ്ടത് സ്കിൽസ് ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം. ആൻഡ് ഫൈനലി നമുക്ക് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വേണം. പിന്നെ നമ്മുടെ റെസ്യൂമേലും ആണെങ്കിലും സി വിയിലാണെങ്കിലും നമ്മുടെ പേര്, ഇമെയിൽ ഐ ഡി, അഡ്രസ്, ലിങ്ക്ഡിൻ. സോ പ്രോപ്പറായിട്ടൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ഈ ഒരു കമ്മിങ് ഇയേഴ്സിൽ. പിന്നെ യെസ്, എല്ലാവരും ജോബ് അപ്ലൈ ചെയ്യുമ്പം ലൈക്ക് ഇപ്പം എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് ബിഫോർ ഒരു സി വി വെച്ചിട്ടാണ് എല്ലാ ജോബും അപ്ലൈ ചെയ്യാറ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്ത് ഓരോ ജോബിനും ഓരോ സി വിയും ആക്കിയെടുക്കാം? ജനറിക് ആയിട്ടുള്ളൊരു സി വി ഐറിഷ് ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്റ്റ് ആവും. ബിക്കോസ് ജനറിക് ആയിട്ടുള്ളൊരു സി വി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ഒരു സി വി ആണ് ഒരു 100 ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഒരേ സി വി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജനറിക് ആയിട്ടുള്ളൊരു സി വി കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ സി വി ടൈലർ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമുക്ക്, അല്ലെങ്കിൽ സി വി കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് നോർമലി ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നത് ചാറ്റ് GPT-യിലോ ജെമിനായിലോ ഇട്ട് സി വി കസ്റ്റമൈസ് ചെയ്യും. പക്ഷേ അത് അടുത്തൊരു റീസണാണ് സി വി റിജക്റ്റ് ആവാനുള്ളത്. കാരണം പല കമ്പനീസും ഇപ്പോൾ പ്ലേജറിസം ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ സി വി അത് ഒരു AI ജനറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്റ്റ് ആവും. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കേൾക്കണതാണ് ATS കംപ്ലൈൻ്റ് ആയിട്ടുള്ള സി വിസ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ATS ആൻഡ് വാട്ട് ഈസ് ATS കംപ്ലൈൻറ്റ്? ATS എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് ATSൻ്റെ ഫുൾ ഫോം. ഓക്കെ. ആൻഡ് ATS കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സി വി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ലൈ ആണ്. ആക്ച്വലി ATS കംപ്ലൈൻറ്റ് സി വിസ് ഇല്ല. മേ ബി ATS ഫ്രണ്ട്ലി സി വിസ് ഉണ്ടാവാം, പക്ഷേ ATS കംപ്ലൈൻറ്റ് സി വിസ് ഇല്ല. കാരണം ATS എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ATS നമ്മുടെ റെസ്യൂമേക്കകത്തുനിന്ന് ഉള്ള സ്കിൽസ് ATS റെക്കഗ്നൈസ് ചെയ്യും. ആ സ്കിൽസ് വെച്ചിട്ട് ATS നമ്മുടെ റെസ്യൂമയ്ക്ക് അല്ലെങ്കിൽ സി വിക്ക് ഒരു സ്കോർ കൊടുക്കും, ATS സ്കോർ. ഈ ATS സ്കോർ വെച്ചിട്ടായിരിക്കും എംപ്ലോയേഴ്സ് ഫിൽട്ടർ ചെയ്യുക. ഈ ATS സ്കോർ പൊതുവേ ഒരു 75% ഹൈ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സി വി അല്ലെങ്കിൽ ഒരു റെസ്യൂമേ നല്ലതാണ്, ലൈക്ക് ഒരു നല്ലൊരു വെൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു ഡോക്യുമെൻ്റാണ്. പക്ഷേ അത് 75% താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽട്ടേർഡ് ആവും. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ഈ റിക്രൂട്ടറിന് ഈ ഫിൽട്ടേർഡ് ആയ സി വി എടുത്ത് കാണാൻ പറ്റില്ല എന്നല്ല. ഈ സിസ്റ്റം എപ്പോഴും എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ സിസ്റ്റം സ്റ്റോർ ചെയ്യും. അപ്പം ലെസ്സായിട്ട് സ്കോർ ചെയ്ത സി വിസും റിക്രൂട്ടേഴ്സിന് വേണമെങ്കിൽ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ 75% മുകളിലുള്ള സി വിസ് ഏറ്റവും എടുത്ത് നോക്കുക. ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അഥവാ ATS എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ സി വിസിനകത്തുള്ള സ്കിൽസും അതായത് അല്ലാണ്ട് കീവേഡ്സും എടുത്ത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വേയിൽ ATS റിക്രൂട്ടറിന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഈ കീവേഡ്സ് എടുത്ത് ഓരോ കാറ്റഗറീസിൻ്റെ അണ്ടറിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്കിൽസ് ATS ഐഡൻറ്റിഫൈ. ഇപ്പോൾ റിക്രൂട്ടറിന് ഇരുന്നൊരു പേപ്പർ ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. ATS റിക്രൂട്ടറിൻ്റെ ജോലി എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു സ്കില്ലെടുക്കുക, സ്കിൽസിൻ്റെ ഒരു കാറ്റഗറിയുടെ താഴെ ഈ ATS സിസ്റ്റം തന്നെ അത് കൊണ്ടിട്ട് കൊടുക്കും. സോ ഒരു കാൻഡിഡേറ്റിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ നെയിം, അഡ്രസ്സ്, ഇമെയിൽ ID, ലിങ്ക്ഡിൻ ID ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിൽ ATS റിക്രൂട്ടറിൻ്റെ ജോലി കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കലാണ് ATSൻ്റെ ജോലി. ATS സിസ്റ്റത്തിന് സ്കോർ ചെയ്യാനേ പറ്റുള്ളൂ. ATS സിസ്റ്റത്തിന് ഒരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അടുത്തൊരു നമ്മൾ ആൾക്കാരെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു കള്ളായിട്ടുള്ള കാര്യമാണ്. റിജക്ഷൻ ഇല്ല. ATS റിജക്ഷൻ എപ്പോഴും റിക്രൂട്ടറാണ് ചെയ്യണത്. ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ATS. ഈ ATS റിജക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ കൊളോക്കിയലി അത് ഉപയോഗിക്കുമെങ്കിലും റിക്രൂട്ടറാണ് റിജക്റ്റ് ചെയ്യുക. പക്ഷേ ATS സ്കോർ ഒരു റെസ്യൂമയുടെ അല്ലെങ്കിൽ ഒരു സി വിയുടെ ATS സ്കോർ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ആ സി വി ഓട്ടോമാറ്റിക്കലി റിക്രൂട്ടർ റിജക്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ATS റിജക്റ്റ് ചെയ്തു എന്ന് കൊളോക്കിയലി ഉപയോഗിക്കുന്നതാണ്. സോ
അപ്പം ഒരു ലെസ്സായിട്ട് സ്കോർ ചെയ്തൊരു സി വിയും ഹൈ ആയിട്ട് സ്കോർ ചെയ്തൊരു സി വിയും എപ്പോഴും റിക്രൂട്ടറിനെ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു 100 സി വി കിട്ടിയെന്ന് വിചാരിക്കുക. 100 സി വിയിൽ 5 സി വി മാത്രമാണ് ഹൈ സ്കോർ ചെയ്തു. പക്ഷേ ഒരു 65 to 55% സ്കോർ ചെയ്ത സി വി റിക്രൂട്ടർ വിചാരിക്കുകയാണ് എടുത്ത് നോക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ATS സോഫ്റ്റ്വെയറിൽ പോവാം. ആ ഒരു പെർസെൻറ്റേജിൽ വരുന്ന സി വിസ് എടുത്ത് നമുക്ക് നോക്കാം. സോ ATS നെവർ റിജക്ട് സി വി, ഇറ്റ് സ്കോർസ്. ATSൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടാൻ എന്തൊക്കെ ടിപ്സാണ്? ATSൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടാൻ ആദ്യം നമുക്ക് വേണ്ട നമ്മുടെ സി വി അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ നന്നായിട്ട് സ്ട്രക്ചർ ചെയ്യുക. ഫോർമാറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഞാനൊരു റെസ്യൂമയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ റെസ്യൂമെ ഞാനൊരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഉണ്ടാക്കി. അതിൻ്റെ സമ്മറി ഞാൻ ഇട്ടത് ഒരു ടെക്സ്റ്റ് ബോക്സിലാണ്. പക്ഷേ എല്ലാ റെസ്യൂമേസും ടെക്സ്റ്റ് ബോക്സ് റീഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ഒരു സ്കിൽസ് ഞാൻ എൻ്റെ റെസ്യൂമേൽ മെൻഷൻ ചെയ്യുന്നതിലേക്ക് ഇട്ടേക്കുന്നത് ഒരു ടേബിൾ ഫോർമാറ്റിനകത്താണ്. ചിലപ്പം ATS ആ ടേബിൾ റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടേബിളിനകത്തുള്ള കണ്ടൻറ്റ് ഒന്നും ATS എടുക്കില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ATS സ്കോർ ഡൗൺ ആവും. കാരണം ATS അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അതിനകത്തുള്ള ഡേറ്റ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കോർ താഴോട്ട് പോകും. ദാറ്റ് ഡസൻറ്റ് മീൻ ആ ഒരു അപ്ലൈ ചെയ്ത ആൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ട്, സ്കിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടായിരിക്കണം എന്നില്ല. സോ ടേബിൾ അതുപോലെ തന്നെ അങ്ങനത്തെ കോളംസ് എലമെന്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ATS റിജക്റ്റ് ആകും. നോട്ട് റിജക്ഷൻ, ലൈക്ക് അത് ഫിൽട്ടർ ആവില്ല എന്നാണ് പറയുന്നത്. ലെസ് ആയിട്ട് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എല്ലാ ATS ലൈക്ക് അങ്ങനെ അത് ടേബിൾസ് റെക്കഗ്നൈസ് ചെയ്യാത്ത ATSും ഉണ്ട്, ടേബിൾസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഹൈ പവർ ATS സോഫ്റ്റ്വെയർസും ഉണ്ട്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ഏത് ATS ആണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല ആസ് എ കാൻഡിഡേറ്റ്. സോ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു സേഫർ സൈഡ് പിടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കോമൺ ക്വസ്റ്റ്യൻ. എല്ലാവരും ചോദിക്കും അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉള്ള കമ്പനീസ് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ്. സോ സേഫർ സൈഡ് പിടിക്കാൻ ബെറ്റർ അവോയ്ഡ് ചെയ്യാൻ അതിലൊരു ഈസി ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇതിനകത്തുള്ള ടേബിളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സി വിക്കകത്തുള്ള എല്ലാ കോണ്ടൻറ്റും റീഡബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് എടുക്കുന്നു, കൺട്രോൾ A കൊടുക്കുന്നു, നോക്കുക എന്തൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളോ സെലക്ട് ആവാണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം മോസ്റ്റ്ലി ചില ATS അത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ CV എഡിറ്റ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ATS സ്കോർ അപ്പം മോസ്റ്റ്ലി. പിന്നെ രണ്ടാമത്തെ നമുക്കൊരു ജോലിയിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാതിരിക്കാനുള്ള കാരണം ആ ജോലിയുടെ ലൈക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ വോളിയൂം ആവാം. അതെ, ഫിൽട്രേഷൻ പ്രോസസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ LinkedIn എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LinkedInൽ നമ്മൾ എപ്പോഴും അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സൈഡിൽ 100+ ആപ്ലിക്കൻസ് എന്നുള്ളൊരു സംഭവം കാണാറുണ്ട്. അതായത് 100+ ക്ലിക്സ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്ലൈ എന്ന് പറയുന്ന ബട്ടണിൽ 100-ലധികം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 100+ ക്ലിക്സ്, അല്ലെ എത്ര ആൾക്കാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. തീർച്ചയായും. പക്ഷേ എപ്പോഴും ഒരു ജോലിയുടെ അഡ്വർടൈസ്മെൻറ്റ് അവർ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതെങ്ങനെ ലൈക്ക് LinkedIn ത്രൂ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ജോബ് ബോർഡ് ത്രൂ അപ്ലൈ ചെയ്യാണ്ട് ആ ജോബ് പോസ്റ്റ് ചെയ്ത കമ്പനിയുടെ കരിയർ പേജിൽ പോയിട്ട് ആ കമ്പനിയിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ. അപ്പം LinkedInലൂടെ ചാൻസസ് കുറയും എന്നാണോ പറയുന്നത്, അതോ ലൈക്ക് ഡയറക്റ്റ് ആണ് കുറച്ചും കൂടി ബെറ്റർ? ഡയറക്റ്റ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. LinkedInൽ ചാൻസസ് കുറയാനുള്ള റീസൺ LinkedIn മോശമായതുകൊണ്ടല്ല. LinkedInൽ ചാൻസസ് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് LinkedIനും Indeed പോലത്തെ പ്ലാറ്റ്ഫോം കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പം 100+ ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിൽ നമ്മുടെ റെസ്യൂമെയോ നമ്മുടെ CVയോ ലോസ്റ്റ് ആയിപ്പോ, ലൈക്ക് അതിൽ നമ്മുടെ CV ഒന്നും അല്ലാണ്ടായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. തീർച്ചയായും. സോ അതുകൊണ്ട് നമ്മൾ ഒരു ജോബ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അധികം ആൾക്കാർ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 30 to 40 ഒരു 1 hourനുള്ളിൽ തന്നെ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഒരു 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ATSനെ ക്രാക്ക് ചെയ്യുക, ലൈക്ക് ATSൽ ഹൈ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ ഫോർമാറ്റ്, നമ്മുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തൊക്കെ കോണ്ടൻറ്റ് ലൈക്ക് എങ്ങനത്തെ ഡോക്യുമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു നോക്കുക. അതായത് CV ചോദിക്കുന്ന സ്ഥലത്ത് CV തന്നെ സബ്മിറ്റ് ചെയ്യുക, റെസ്യൂമേ ചോദിക്കുന്ന സ്ഥലത്ത് റെസ്യൂമേ തന്നെ സബ്മിറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആ കമ്പനിയുടെ കരിയർ പേജിൽ പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ ATS കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ലൈക്ക് ഇത് യൂസ് ചെയ്യാത്ത കമ്പനികൾക്ക് ഇപ്പം ഒരാൾ അപ്ലിക്കേഷൻ ചെയ്യുക,
അത് നമുക്കറിയില്ല ലൈക്ക് അത് യൂസ് ചെയ്യണ്ടോ യൂസ് ചെയ്യില്ലേ എന്ന്. യൂസ് ചെയ്യാത്ത ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചാൽ അവർ ഫസ്റ്റ് നോട്ട് ചെയ്യണ ലൈക്ക് ആസ് എ HR മാനേജർ, HR ഒഫീഷ്യൽ എന്തായിരിക്കും ഫസ്റ്റ് നോട്ട് ചെയ്യുക? ആദ്യം നോട്ട് ചെയ്യൽ, ഇപ്പോൾ CV ആണെന്നുണ്ടെങ്കിൽ ആദ്യം റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ എന്ന് നോക്കും. അതായത് നമ്മൾക്ക് വേണ്ട നമ്മുടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുക അതിലുള്ള ആ ജോലിയുടെ ഒരു ചീറ്റ് ഷീറ്റാണ് ആ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരു എംപ്ലോയർക്ക് ആ ഒരു പെർട്ടിക്കുലർ ഒരു റോള് ഫില്ല് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കിൽസ് വേണം വേണ്ട എന്നുള്ളത് ക്ലിയർ ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നമുക്ക് വേണ്ട സ്കിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു എംപ്ലോയർ ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുണ്ടോ. രണ്ടാമത്തത് പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ പോയി നോക്കും. പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഈ സ്കില്ല് ഈ പേഴ്സൺ എങ്ങനെ അക്വയർ ചെയ്തു, ആ ഒരു പെർട്ടിക്കുലർ റോളിലിരുന്നപ്പോൾ ഇരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ എന്തൊക്കെ ചെയ്തു. ജനറിക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് എഴുതുന്നതിനെക്കാട്ടിലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അതിലിങ്ങനെ ഒരു റിസൾട്ട് വന്നു എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലൈക്ക് റിക്രൂട്ടറിന് മനസ്സിലാവാൻ എളുപ്പം അതായിരിക്കും. ഒരുപാട് ഹയറിങ് ചെയ്തിട്ടുള്ള ആളാണ് റീമ. ഹയറിങ് ചെയ്തതിൽ ഏതെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഒരു റെസ്യൂമിയോ CVയോ അത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി വന്ന സമയത്ത് ഒരു പുള്ളി ജോലിക്ക് അപ്ലൈ ചെയ്തു. ഞങ്ങൾ പൊതുവേ നോക്കുക CVസും റെസ്യൂമേസിനെക്കാട്ടിലും ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്ത് ലൈക്ക് കുറേ ഓർഗനൈസേഷൻസ് അത് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ അവർക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. അത് അയച്ചു കൊടുത്തിട്ട് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് അത് ഫില്ല് ചെയ്യാൻ പറയും. സോ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഫോം എംപ്റ്റിയാണ്. അതിനകത്ത് ആ കാൻഡിഡേറ്റിൻ്റെ പേരും ഫോൺ നമ്പറില്ല, ഇമെയിൽ ID ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഞങ്ങൾക്ക് മെയിൽ വഴിയായിരിക്കും, ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഇമെയിലിലോട്ട് മെയിൽ വഴിയായിരിക്കും അയച്ചു തരുന്നത്. അപ്പം ഈ ഒരു കാൻഡിഡേറ്റിന് ഞങ്ങൾ തിരിച്ച് മെയിൽ അയച്ചു, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഞങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഇല്ല, ഇതാണ് ഡെഡ് ലൈൻ, ആ ഡെഡ് ലൈനിനുള്ളിൽ നിങ്ങൾക്ക് ഇത്ര ഇൻഫർമേഷനും കൂടെ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ആ പുള്ളി തന്നൊരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ ബുച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ചാൻസ് നോക്കി, എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ്. അപ്പം അതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനൊരു ബുച്ചറാണ്, എനിക്ക് ഇമെയിൽ ID ഇല്ല, എനിക്ക് മൊബൈൽ നമ്പർ ഉണ്ട്, പക്ഷെ എനിക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, ആൻഡ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ്. പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്തു? ജോബ് കിട്ടിയില്ല, ഒബ്വിയസ്ലി കിട്ടില്ല. കാരണം ബുച്ചറായതുകൊണ്ടല്ല, പുള്ളിക്ക് ഞങ്ങൾക്ക് ആവശ്യം ആയിട്ടുള്ള സ്കിൽസ് ഒന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. സ്മോൾ ചേഞ്ച് ദാറ്റ് ക്യാൻ ഡബിൾ യുവർ ഇൻ്റർവ്യൂ ചാൻസ്. ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് കുറേ ആൾക്കാർ മിസ്റ്റേക്കൻലി ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് കുറേ അധികം ഇപ്പോൾ ഒരു 5 years or 6 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ CV എന്ന് പറയുന്നത് ഭയങ്കര നീളമുള്ള ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ CVയുടെ അല്ലെങ്കിൽ ഒരു റെസ്യൂമയുടെ തമ്പ് റൂൾ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം റെസ്യൂമയുടെ ഒരു തമ്പ് റൂൾ പറയാം. 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ 2 5 yearsൽ തുടങ്ങാം കേട്ടോ. 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ 2 pages എന്നാണ്. ഒരു CV എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ 1 page എന്നാണ് ഒരു റെസ്യൂമയുടെ തമ്പ് റൂൾ എന്ന് പറയുന്നത്. അതുപോലെ CVയിലാണെങ്കിൽ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ 2 pages എന്നാണ്. അപ്പോൾ അതിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV അല്ലെങ്കിൽ റെസ്യൂമെ ഉണ്ടാക്കി നമ്മളെ സെലക്ട് ചെയ്തു, ആപ്ലിക്കൻ്റ് അത് ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പം അവർ ആപ്ലിക്കൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ, പ്രോപ്പറായിട്ടൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി നോക്കുക. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക. കാരണം ജോബ് ഡിസ്ക്രിപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയർക്ക് ആവശ്യമുള്ള നമ്മുടെ ഒരു ചീറ്റ് ഷീറ്റാണ് ആക്ച്വലി ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ശ്രദ്ധിക്കുക, അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നമുക്ക് റെസ്യൂമയിലും CVയിലും നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ഓർഗനൈസേഷനും ഓരോ ലാംഗ്വേജ് ഉണ്ടാവും. ഇപ്പോൾ ചില ഓർഗനൈസേഷനിൽ അവർ സ്റ്റാഫ് മെമ്പേഴ്സിനായിരിക്കും എംപ്ലോയീസിനെ വിളിക്കുക, ചില സ്ഥലങ്ങളിൽ എംപ്ലോയീസ് എന്നായിരിക്കും പറയുക, ചില സ്ഥലങ്ങളിൽ എഫിഷ്യൻസി എന്നുള്ളൊരു വാക്കിനെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ചില സ്ഥലങ്ങളിൽ എഫിഷ്യൻസിക്ക് വരെ അക്കൗണ്ടബിലിറ്റി എന്നായിരിക്കും ഉപയോഗിക്കുക.
പറയുമ്പോൾ എല്ലാത്തിനും ഒരേ മീനിങ്ങാണ്. പക്ഷേ ഓരോ ഓർഗനൈസേഷനും ഓരോ ലാംഗ്വേജ് ഉണ്ട്. ചിലപ്പം ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ലൈൻ മാനേജർ എന്നായിരിക്കും പറയുക. അപ്പോൾ ഇതൊക്കെ സെയിം മീനിങ് വരുന്നത്, പക്ഷേ ഓരോ ഓർഗനൈസേഷനും ഇതുപോലെ ഒരു ലാംഗ്വേജ് അവർക്ക് ഉണ്ടാവും. സോ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ ലാംഗ്വേജിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഇപ്പം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഉത്തരങ്ങളിലും അവരുടെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. കാരണം അവർക്ക് ആവശ്യമുള്ളൊരു കാര്യം നമ്മൾ പറയണം. അപ്പം ആ ഒരു കാൻഡിഡേറ്റിനെ അവർ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യും. പക്ഷേ എഫിഷ്യൻസി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പം ഒരേ മീനിങ് തന്നെയായിരിക്കും വരിക ഞാൻ പറഞ്ഞു വരുന്ന സെൻറ്റൻസ്, പക്ഷേ ഞാൻ അവിടെ നോട്ട് ചെയ്യപ്പെടണമെന്നില്ല. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ എസ്പെഷ്യലി കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ആൻസർ നല്ല സ്ട്രക്ചേർഡായിട്ട് പറയാൻ നോക്കണം. അപ്പോൾ സ്ട്രക്ചറായിട്ട് പറയുന്നത് നമ്മളൊരു സ്റ്റാർ മെത്തേഡാണ് നോർമലി ഉപയോഗിക്കുക. എന്താണ് സ്റ്റാർ മെത്തേഡ്? സ്റ്റാർ എന്ന് പറഞ്ഞാൽ S സ്റ്റാൻഡ്സ് ഫോർ സിറ്റുവേഷൻ, T ഫോർ ടാസ്ക്, A ഫോർ ആക്ഷൻ ആൻഡ് R ഫോർ റിസൾട്ട്. അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് ആ ഒരു സിറ്റുവേഷൻ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ടാസ്കുകൾ എടുത്തു, ആ ടാസ്കിന് വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്തത്, ആ ആക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആൻസർ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പം റിക്രൂട്ടറിന് മനസ്സിലാവാനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവറിന് മനസ്സിലാവാനും ഒരു ഭയങ്കര എളുപ്പമായിരിക്കും നമ്മുടെ ആൻസർ ഭയങ്കര വെൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ. സോ ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇൻ്റർവ്യൂ ആൻസേഴ്സ് ദാറ്റ് ഇൻസ്റ്റൻ്റ്ലി ഇംപ്രസ് ദ റിക്രൂട്ടേഴ്സ്. എത്ര പ്രാവശ്യം മറിച്ചും തിരിച്ചും ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉള്ളൂ, സ്റ്റാർ. സർ ഗൈസ് ഫോളോ സ്റ്റാർസ്. അയർലാൻഡിൽ കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ സി വിയിൽ ചെയ്യണോ, അതോ എക്സ്ട്രാ നമ്മൾ പറയണോ നമ്മളെ റിക്രൂട്ടിംഗ് പ്രോസസ്സിൽ? ഇന്ത്യയിൽ നമ്മളൊരു CV സബ്മിറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുന്ന പോലെയല്ല അയർലൻഡിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എവിടെ ആയിക്കോട്ടെ നമ്മളൊരു CV റെസ്യൂമെ സബ്മിറ്റ് ചെയ്യൽ. ഇവിടെ റൂൾസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരു ഇന്ത്യൻ CVയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്റ്റ് ആവും. കാരണം നമ്മൾ ഫോട്ടോസ്, നാട്ടിലാണെങ്കിൽ നമ്മൾ ഫോട്ടോസൊക്കെ ചില സമയത്ത് ഇൻക്ലൂഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യും, ഭംഗി കണ്ടെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് പേഴ്സണലായിട്ടുള്ള നമ്മുടെ സെക്സും റിലീജിയസ് ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ CV ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനത്തെ CVs ഇവരെടുക്കില്ല ഇവിടെ. HR ഫസ്റ്റ് എന്താണ് നോട്ടീസ് ചെയ്യുക? സ്കില്ലാണോ, എക്സ്പീരിയൻസ് ആണോ, കോൺഫിഡൻസ് ആണോ? സ്കില്ലും എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സോ കോൺഫിഡൻസ് ഇസ് ദ കീ. കോൺഫിഡൻസ് വേണം. പിന്നെ ടെക്നിക്കൽ നോളജ് ഒട്ടും ഇല്ലെങ്കിൽ കോൺഫിഡൻസ് മാത്രം മതിയെങ്കിൽ നമ്മൾ എടുക്കും എന്നല്ല എൻ്റെ ഉത്തരം. കോൺഫിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ എ സ്കെയിൽ ഓഫ് 10 എൻ്റെ അടുത്ത് സ്കിൽസ് ആണോ കോൺഫിഡൻസ് ആണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോൺഫിഡൻസിന് ഞാൻ 8 കൊടുക്കും അല്ലെങ്കിൽ 9 കൊടുക്കും. സ്കില്ലിന് ഞാനൊരു 8 കൊടുക്കും. നമുക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിന് ഞാനൊരു 7 or 6 കൊടുക്കത്തുള്ളൂ. സോ കോൺഫിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രഷ് ഗ്രാജുവേറ്റ് വേഴ്സസ് എക്സ്പീരിയൻസ് ഗ്രാജുവേറ്റ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരികയാണ്. അപ്പം ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് എക്സ്പീരിയൻസ് ഇല്ല, ഓഫ് കോഴ്സ് യെസ്. എക്സ്പീരിയൻസ് ഗ്രാജുവേറ്റിനുണ്ട്. ബട്ട് ഫ്രഷ് ഗ്രാജുവേറ്റ് പെർഫോം ചെയ്തു എന്ന് വയ്ക്കുക, ബോത്ത് ഈക്വലി പെർഫോം റിയലി വെൽ. സോ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ ചൂസ് ചെയ്യുക? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വാല്യൂ കൂടുതലായിരിക്കും. പക്ഷേ ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഫ്രഷ് ആയിട്ടുള്ള ഇപ്പം റിക്രൂട്ട് ചെയ്യുന്ന കുറേ ഓർഗനൈസേഷൻസിന് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സും ന്യൂ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളും അവർ കൊണ്ടുവരുന്ന സ്കിൽസും, എസ്പെഷ്യലി ജെൻസി. സോ നമ്മളെ കാലം മാറി, നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. പക്ഷേ നമ്മളൊരു ജെൻസി പെർസ്പെക്റ്റീവ് കുറേ ഓർഗനൈസേഷൻസ് വെൽക്കമിങ് ആണ്. കുറേ ആൾക്കാർ വെൽക്കമിങ് അല്ല, പക്ഷെ എന്നാലും കുറേ ഓർഗനൈസേഷൻസിന് ഒരു ജെൻസി ആറ്റിറ്റ്യൂഡും ഒന്നും അധികം ഇഷ്ടമല്ല. പക്ഷേ അതെ, ഇപ്പോൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ജെൻസി വർക്കേഴ്സ് വന്നിട്ട് അവർക്ക് എഫിഷ്യൻസി കുറവാണ് കമ്പയർഡ് ടു എക്സ്പീരിയൻസ് വർക്കേഴ്സ് എന്ന് പറയും. പക്ഷേ അതൊരു വലിയ ഒരു പ്രശ്നമാണ്. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആണോ, അതായത് യങ് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും വെയിറ്റേജ് ഉണ്ട്. ഇവർ യങ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന പുതിയ കുറേ സ്കിൽസ്,
ഫ്രഷ് തോട്ട്സ് ഉണ്ട്, അവരുടെ സ്കിൽസ് ഉണ്ട്, അവരുടെ ടെക്നിക്കൽ നോളജ് പല ഏരിയകളിലും അവരുടെ ടെക്നിക്കൽ നോളജ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതിന് വെയിറ്റേജ് ഉണ്ട്. ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് ഒരു വർക്ക് ചെയ്ത ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യണം, അവിടെ എങ്ങനെ ആങ്സൈറ്റി ഇഷ്യൂസ് വന്നാലും സ്ട്രെസ്സ് വന്നാലും ഭയങ്കര ജോലിയുടെ പ്രഷർ വന്നാലും ഹാൻഡിൽ ചെയ്യണം എന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാർക്കായിരിക്കും അറിയാം. ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ചിലപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതറിപ്പോവും. സോ ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് വെയിറ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് വെയിറ്റേജ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ സ്കിൽസിനെ. 2026 അയർലാൻഡ് ജോബ് മാർക്കറ്റ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഈവൻ 2026 ജോബ് മാർക്കറ്റ് എന്ന് പറയുമ്പം പല സെക്ടറുകളിലും അത് ഡിഫറെൻ്റ് ആണ്, പല ഡൊമെയിൻസിനും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം അയർലൻഡിൽ നോക്കുകയാണെങ്കിൽ 2 തരം കാറ്റഗറീസ് ഓഫ് ജോബ്സ് ഉണ്ട്. ക്രിട്ടിക്കൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട്, ജനറൽ കാറ്റഗറിയിൽ വരുന്ന ജോബ്സ് ഉണ്ട്. ജനറൽ കാറ്റഗറിയിൽ വരുന്ന ജോബ്സ് അന്നും ഇന്നും ഡിഫിക്കൽട്ടാണ്. ക്രിട്ടിക്കലിൽ വരുന്നത് ഒരു പാലറ്റിൽ എടുത്തു വെച്ച പോലെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതും ഡിഫിക്കൽട്ടാണ്. അപ്പം ഓരോ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഹെൽത്ത് കെയർ സെക്ടർ, IT സെക്ടർ ബൂമിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ള 2 സെക്ടേഴ്സാണ് ഹെൽത്ത് കെയർ, IT. മാനേജ്മെൻറ്റ് സെക്ടർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെക്ടർ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെക്ടർ ബൂമിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത് കുറേ വർഷങ്ങളായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുന്നൊരു സെക്ടറാണ്. വലിയ ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ, തീരെ ഇല്ലേന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിലോട്ട് എത്തിപ്പെടാൻ ഭയങ്കര കഷ്ടമാണ്. അതുപോലെ തന്നെ അടുത്തത് ബൂമിംഗ് ആയിട്ടുള്ള ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ബൂമിംഗ് ആയിട്ടുള്ള അടുത്തൊരു സെക്ടർ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിന് നല്ല ഫ്യൂച്ചറിൽ നല്ല ചാൻസസാണ്. കാരണം കുറേ കൺട്രീസും കുറേ ഓർഗനൈസേഷൻസിനും ഇപ്പം ഫൈനാൻസോ അല്ലെങ്കിൽ HR അല്ലെങ്കിൽ പല റോൾസ് എടുത്താലും പുതിയൊരു ടൈപ്പ് ഓഫ് ഒരു റോള് ഇവോൾവ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഫൈനാൻസിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഫൈനാൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഗ്രീൻ HR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. സോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സെക്ടർ ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ റോൾ. 2026 ഏതൊക്കെയാണ് ബൂമിങ്? നമുക്ക് ഒരു ഇൻ്റർവ്യൂ സിറ്റുവേഷനിൽ ഒരു 3 or 4 കാൻഡിഡേറ്റ്സ് ഈക്വൽ പോയിൻറ്റ്സ് ആയിട്ട് നിൽക്കുക, ഈക്വൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. സോ എങ്ങനെയാണ് ആ 4 പേരിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ എടുക്കാൻ പറ്റുക? ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ലെറ്റ്സ് സേ നമുക്കൊരു 5 കാൻഡിഡേറ്റിന് കിട്ടി. 5 കാൻഡിഡേറ്റ് ഒരു റോളിന് അപ്ലൈ ചെയ്തു. 5 കാൻഡിഡേറ്റിൽ 2 കാൻഡിഡേറ്റിന് സെയിം ഇൻ്റർവ്യൂ സ്കോറായി. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ നടത്തും. സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ മോസ്റ്റ്ലി ടെക്നിക്കലായിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് റോൾസ് ആണെങ്കിൽ ഭയങ്കര കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ മെത്തേഡ് ഇവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുക. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുക്കും, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെ അത് ടാക്കിൾ ചെയ്യും. അപ്പോൾ കമ്പനി അവിടെ കൂടുതലും നോക്കുക നമ്മുടെ വാല്യൂസായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ ഇത്. സോ ഒബ്വിയസ്ലി സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂവിൽ ഒരു സെയിം ആയിട്ട് സ്കോർ ചെയ്താൽ തേർഡ് ലെവൽ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. കോമൺ ആയിട്ട് ഹയറിംഗ് പ്രോസസ്സിൽ കേട്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യങ്ങളാണ് നിങ്ങളെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എന്തുകൊണ്ട് നിങ്ങളെ ഹയർ ചെയ്യണം, എന്തുകൊണ്ട് ലാസ്റ്റ് കമ്പനി നിങ്ങൾ ഒഴിവാക്കി, അതുകൊണ്ട് പുതിയ കമ്പനിയിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയാണ് ടീം ആയിട്ട് ലാസ്റ്റ് കമ്പനിയിൽ ചെയ്തത്, എന്തെങ്കിലും റോങ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ, അതെങ്ങനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്തു, എങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അപ്പം ഈ കോമ്പറ്റൻസി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക? എന്താണ് അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ മെത്തേഡ്, ഇതിനെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ചില ഓർഗനൈസേഷൻസ് ഇതിനെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും, ചില ഓർഗനൈസേഷൻസ് ഇതിനെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. സോ മെയിൻലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി ആ ഒരു പെർട്ടിക്കുലർ കമ്പനി വാല്യൂസായിട്ട് നമ്മൾ എത്രമാത്രം അലൈൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മുടെ ഒരു പേഴ്സൻ്റെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പം നമുക്ക് നന്നായിട്ട് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മളുടെ ഓണസ്റ്റി, നമ്മൾ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മുടെ ഓണസ്റ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദറ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് മാറ്റേഴ്സ്
എ ലോട്ട് ഇങ്ങനത്തെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിന്. സോ അതിലൊരു അഡീഷണൽ ആയിട്ട് സംസാരിക്കാം. ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ഹോണസ്റ്റ്ലി അതിൻ്റെ ആൻസർ അറിയില്ല. സോ സെയിങ് നോ, ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് ഓക്കെ ആണോ? അത് ഓക്കെയാണ്. കാരണം എനിക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള പല ഇൻ്റർവ്യൂസിലും, അതായത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാവർക്കും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെന്നില്ല. എസ്പെഷ്യലി ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ അവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ ഷൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ എൻ്റെ പ്രീവിയസ് എംപ്ലോയർ അല്ലെങ്കിൽ പ്രീവിയസ് ഓർഗനൈസേഷനിൽ പോയിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൂളിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ എനിക്ക് അറിയണമെന്നില്ല. സിമിലർ ആയിട്ടുള്ള വേറൊരു സംഭവത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിയായിരിക്കും. ഇവർ ചോദിച്ച എക്സാക്റ്റ് ആയിട്ടുള്ളതിനൊരു ഉത്തരം എനിക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവിടെ ഓണസ്റ്റായിട്ട് നമുക്കറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ ബ്ലഫ് ചെയ്ത് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ബെറ്ററാണ് നമ്മൾ നോ പറയുക. കാരണം നമ്മളൊരു കാര്യം ബ്ലഫ് ചെയ്യുക, നമ്മൾ ഇൻ്റർവ്യൂവിലിരുന്ന് നമ്മൾ ബ്ലഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെയ്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈസിലി അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പ്രോബിംഗ് ആണ്. അതുപോലെ സൈക്കോളജിക്കലി നമ്മൾ ഇൻ്റർവ്യൂവേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ചോദിക്കുമ്പോഴാണ് ഒരു HR സീക്രട്ട്, അത് ഇതുവരെ നിങ്ങൾ വെളിപ്പെടുത്താത്തൊരു HR സീക്രട്ട് എന്താണ്? അതായത് ഞാൻ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ആൻസറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഞാനിത് പറയാം. അതായത് നമുക്ക് ഈസി ആയിട്ട് ഒരാൾ ഇല്ലാത്തൊരു കാര്യം കുക്ക് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് നമ്മൾ പ്രോബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കും. അതായത് ഒരാൾക്ക് ആദ്യത്തെ പ്രാവശ്യം കള്ളം പറയാം, ആ കള്ളത്തിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വേണമെങ്കിലും ഒരു കുക്ക്ഡപ്പ് ഒരു ബ്ലഫ് ചെയ്യാൻ പറ്റും. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ആരാണെങ്കിലും പതറും. മൂന്നാമത്തെ പ്രാവശ്യം അതിനകത്ത് നിന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ലൈക്ക് വേറൊരു ക്വസ്റ്റ്യൻ പ്രോബ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാൻഡിഡേറ്റിന് ഒരിക്കലും അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ മനസ്സിലാവും അത് ബ്ലഫ് ചെയ്തൊരു കാര്യമാണ്. സോ ബ്ലഫ് ചെയ്യാതിരിക്കുക, ബെറ്റർ സേ നോ ദാൻ ബ്ലഫിങ്. അപ്പം നോ പറയണത്, കാരണം എനിക്കറിയില്ല എന്ന് ഭയങ്കര അറോഗൻ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അടുത്തൊരു ലെവൽ ഇൻ്റർവ്യൂയുടെ ഒരു സെക്കൻഡ് ലെവലോ തേർഡ് ലെവലിലോട്ടോ ഞാൻ പ്രോഗ്രസ് ചെയ്ത് പോവുകയാണ്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരാണെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് വില്ലിങ്നെസ് ടു ലേൺ ആണ് എല്ലാ സ്ഥലത്തും വേണ്ടത്. അപ്പം അതൊരു അങ്ങനെ പറയുകയാണെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പല സ്ഥലങ്ങളിലും പോസിറ്റീവായിട്ടും വരാം. എനിക്കൊരു ഇൻ്റർവ്യൂവിലുണ്ടായൊരു സിറ്റുവേഷൻസ് ആണ്. അപ്പം സൈക്കോളജിക്കലി അവർ അനലൈസ് ചെയ്താണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം ഓഫ് ഇൻ്റർവ്യൂ അങ്ങനെയാണ് പോകുന്നത്, ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ലൈക്ക് ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് അച്ചീവ്മെൻറ്റ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ. അപ്പം ഞാൻ വർക്ക് ചെയ്ത അച്ചീവ്മെൻറ്റ്സ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ആൻസർ ചെയ്തത്. ഈ അച്ചീവ്മെൻറ്റ് ആ അച്ചീവ്മെൻറ്റ് ഞാൻ എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിച്ചു വേറെ എന്തെങ്കിലും ഈ ടൈപ്പ് അച്ചീവ്മെൻറ്റ്, അപ്പോൾ എല്ലാം ചോദിച്ചു. എന്നോട് ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതൊന്നുമല്ലാത്ത അച്ചീവ്മെൻറ്റ് നീ പ്രൗഡായിട്ട് പറയണേ, ഇതൊന്നുമല്ല, അയാളോട് ഒന്നും പറയുന്നില്ല, എന്ത് അച്ചീവ്മെൻറ്റ് ഉണ്ടാവണമെന്ന് ചോദിച്ചു. ഞാൻ ബ്ലാങ്കായിപ്പോയി. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുക, എന്താണ് അതിൻ്റെ ഒരു ഉത്തരം പറയുക? അങ്ങനൊരു സംഭവം ഇല്ലയെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇല്ലാത്തൊരു സംഭവം അതാ പറഞ്ഞത്. നമ്മൾ കുക്ക് ചെയ്തൊരു കാര്യം പറയണ്ട. നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ ആൻസർ ഇനി വരാൻ പോകുന്നല്ലോ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നെ റിജക്ട് ചെയ്തു. അതൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ്. സോ ചില എല്ലാവരുടെയും റിക്രൂട്ടിംഗ് സ്റ്റൈല് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ചില ആൾക്കാർ നമ്മളൊരു പ്രഷർ പോയിന്റിൽ നമ്മൾ നിർത്തും. ചില ആൾക്കാർ നമ്മളെ മിക്ക ഇൻ്റർവ്യൂവേഴ്സ് ലൈക്ക് എനിക്ക് ഇന്ത്യയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം അയർലൻഡിൽ എനിക്കതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നമ്മളെപ്പോഴും ഒരു ഭയങ്കര പ്രഷറായിരിക്കും നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവർ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആവണമെന്നില്ല. ഒരു ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യുക നമ്മളുടെ അടുത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രഷറായിരിക്കും. അത് തീർന്ന് കഴിയുന്നോടം വരെ ചിലപ്പം എൻ്റെ പല ഇൻ്റർവ്യൂസിലും ഇന്ത്യയിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയിലും കൊണ്ടെത്തിച്ച ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല സത്യമാണ്, ഞാൻ അത് ശ്രദ്ധിച്ചു വെച്ചാൽ ഞാനൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ അതിൽ വീഡിയോ കോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ വളരെ ഫോർമലൊക്കെ ഇട്ട് വളരെ റെഡി ആയിട്ട്, അവർ മോർണിംഗ് കോഫി ആയിട്ട് വന്ന് വളരെ വീട്ടിലായിരുന്നു ചെയ്തത്, ഹോം വർക്ക് ഫ്രം ഹോം ആയിരുന്നു തോന്നുന്നു. വളരെ വീട്ടിൽ ഡ്രസ്സ് ഇട്ട് ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡു യു ഹാവ് എ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഡു യു ഹാവ് എ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ വളരെ കംഫർട്ട് സോണിലാക്കി. ആദ്യം വളരെ എന്താ പറയുക, അതൊരു ഇൻ്റർവ്യൂ ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് അവർ നമ്മളെ ഡീൽ ചെയ്തത്. അയർലൻഡിൽ എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്.
കാരണം എപ്പോഴും അവർ ആദ്യം നമ്മളെടുത്ത് ആദ്യം ഇവിടെ നോർമലി ആൾക്കാർ മോക്ക് ചെയ്യുന്നതൊരു കാര്യമാണ്. അത് അയർലൻഡിൽ ഇപ്പം സംസാരിക്കാനൊരു 2% തമ്മിൽ സംസാരിക്കാനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം സംസാരിക്കാൻ വെതറിനെ പറ്റിയാണ്. അപ്പം എപ്പോഴും ഇൻ്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ നോക്കും. നമ്മൾ കംഫർട്ടബിളായി കഴിഞ്ഞിട്ടേ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഞാൻ അങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പൊതുവേ എനിക്ക് അയർലൻഡിൽ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. ഒരു ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അയർലാൻഡിൽ നമ്മൾ വരികയാണ്, കാൻഡിഡേറ്റ്സ് വരികയാണ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റർ ആണോ, അതൊരു കാഷ്വൽ ഇടാമോ, ഫോർമൽ ഇടണോ, എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് സ്റ്റൈൽ ഇട്ടാലാണ് ഒരു ഇംപ്രസ് ആവുക? ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ബട്ട് ഇവിടെ എല്ലാവരും പറയും കാഷ്വൽ ഇട്ടാൽ മതി, അത് ഇട്ടാൽ മതി. ബട്ട് എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് സ്റ്റൈൽ ഇട്ടാലാണ് ഒരു HR-നെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റിക്രൂട്ടറെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക? നമ്മൾ എപ്പോഴും ഭയങ്കര ഫോമൽസ് വേണമെന്ന് നിർബന്ധമില്ല. ബിസിനസ് കാഷ്വൽസ് ആണെങ്കിലും പറ്റും. പക്ഷേ എപ്പോഴും നമ്മുടെ അറ്റയർ നീറ്റായിരിക്കണം. നമ്മൾ ഭയങ്കര ലൗഡായിട്ടുള്ള ക്ലോത്ത്സും ലൗഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഡിസ്ട്രാക്ഷനാണ്. നമ്മളുടെ അറ്റൻഷൻ, നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യനിലാണ് അറ്റൻഷൻ മാക്സിമം കൊടുക്കണം. അല്ലാണ്ട് നമ്മുടെ ഔട്ട്ഫിറ്റിലോട്ട് അവർ ഡിസ്ട്രാക്റ്റ് ആയി പോവുകയല്ല വേണ്ടത്. സോ എപ്പോഴും മിനിമലിസ്റ്റിക് ആയിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഒരു ബിസിനസ് കാഷ്വൽ അറ്റയർ പെർഫെക്റ്റ് ആണ്. വെൽ ഗ്രൂംഡ് ആയിട്ട്. ഇപ്പം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ പ്രോപ്പറായിട്ട് ചീകി കോതി വെച്ച്, ഇപ്പം നന്നായിട്ട് ട്രിം ചെയ്ത്, നല്ല അയൺ ചെയ്ത നല്ലൊരു, ഞാൻ പോകുന്നില്ല എന്തായാലും, നന്നായിട്ടൊരു അങ്ങനെ ഒരു ലൈക്ക് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മേക്കപ്പും ഭയങ്കര ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് പോകാണ്ട് ഭയങ്കര സട്ടിലായിട്ട് ന്യൂട്രലായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മളെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്ന ആൻസറിൽ നിന്നും ഇൻ്റർവ്യൂവറിനെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഭയങ്കര നമ്മൾ ലൗഡായിട്ടുള്ള മേക്കപ്പും ലൗഡായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ്. സോ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വെക്കണം, അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് സംസാരിക്കണം, അത് കോൺഫിഡൻസിൻ്റെ ഇത് പറയും. അത് ഇവിടെ അപ്ലൈ ആണോ, അതോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് വെക്കണോ, അതോ ഗസ്റ്റേഴ്സ് ചെയ്യണോ? അത് യൂണിവേഴ്സലാണ്. അത് ലോകത്ത് എവിടെ പോയാലും. ഇപ്പം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ഇവിടെ അയർലൻഡിൽ തന്നെ ചെയ്തതാണ്. ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ തന്നെയാണ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. സോ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിനിലാണ് ചെയ്തത്. അപ്പം ലാസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്കിതുപോലെ ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. ആ മൊഡ്യൂളിൽ ഇൻ്റർവ്യൂ എറ്റിക്വറ്റ്സിനെ പറ്റിയിട്ടുള്ളൊരു മൊഡ്യൂളായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു ഇതുപോലെ എക്സസൈസസ് ഉണ്ടാവും. അതായത് ഞങ്ങളുടെ പ്രൊഫസറായിരിക്കും കാൻഡിഡേറ്റ് ആയിട്ട് വരിക, നമ്മൾ ഇൻ്റർവ്യൂവർ ആയിരിക്കും. സോ പ്രൊഫസർ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ട് ഓരോ പ്രാവശ്യം ഞങ്ങളുടെ പ്രൊഫസേഴ്സ് വരുമ്പോഴും ഓരോ മാനറിസംസ് ആയിരിക്കും കാണിക്കുക. അതായത് ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നക്കിൾസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് ലൈക്ക് ഞങ്ങളായിരിക്കുമല്ലോ ഇൻ്റർവ്യൂവേഴ്സ് ആയിട്ടിരിക്കുക, ഞങ്ങളോട് ചോദിക്കും ഈ ഒരു കാൻഡിഡേറ്റിനെ നിങ്ങൾ ഹയർ ചെയ്യുമോ? അപ്പം ഞങ്ങൾ പറയും നോ, വൈ? അപ്പം നമ്മളൊരു കോൺഫിഡൻസ് അല്ല. അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ്. നമ്മൾ എപ്പോഴും അതൊരു സിമ്പിളല്ല. നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹാൻഡ് ജെസ്ചർ പ്ലെയിൻ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. അത് നമ്മൾ ഒത്തിരി നമ്മുടെ നഖത്തിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നക്കിൾസ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ പറയണ ഇങ്ങനെ ഈ സംഭവം ഓടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൈ വിരലുകൾ ആട്ടിക്കൊണ്ടിരിക്കുക, കാല് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാലിങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ നമ്മൾ ഷൂസ് വെച്ച് കാലിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ലിപ്സ് കടിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു കോമൺ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തും കാൻഡിഡേറ്റ്സിൽ കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഹെയർ ഒതുക്കും. അതൊരു ബോഡി ലാംഗ്വേജ് ആണ്. ലൈക്ക് അതൊരു നല്ലൊരു ബോഡി ലാംഗ്വേജ് അല്ല ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. സോ അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ആൻസറിൽ നമ്മൾ കോൺഫിഡൻ്റ് അല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുടി ഒതുക്കുക, അല്ലെങ്കിൽ ലിപ്സ് കടിക്കുക, അല്ലെങ്കിൽ നമ്മൾ നഖം ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കാല് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ്. ഓക്കെ. അതുപോലെ HR പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണെന്നുള്ളൊരു കേൾക്കുന്നുണ്ട് നമ്മൾ. കാരണം ഒരു രാജ്യത്തിൻ്റെ HR പഠിക്കുക എന്ന് പറയുമ്പം അവരെ ലോ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോയും കാര്യങ്ങളാണ് എല്ലാ രാജ്യത്തും നടക്കുന്നത്. പ്രത്യേകിച്ച് അയർലാൻഡിൽ HR
പഠിക്കുക, വളരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് കമൻറ്റ് ചെയ്യുക? ബിക്കോസ് യു ഗോട്ട് എ ജോബ്. എനിക്ക് ജോലി കിട്ടി, എൻ്റെ ഫ്രണ്ട്സിന് ജോലി കിട്ടി. സോ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. ഭയങ്കര ഡിഫിക്കൾട്ടാണ്. കാരണം HR ഒരിക്കലും ഈ എസ്പെഷ്യലി അയർലൻഡിലെ ക്രിട്ടിക്കൽ ഒക്യുപ്പൻസി ലിസ്റ്റിൽ വരുന്ന ഒരു ജോബ് കാറ്റഗറി അല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. HR അനലിറ്റിക്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെയാണ്. പക്ഷേ നോർമലി നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജോലി കിട്ടാൻ ഭയങ്കര പാടുള്ളൊരു ഇതാണ്. പക്ഷേ ഇതും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എൻ്റെ ഗ്രാജുവേഷന് മുന്നേ എനിക്ക് ജോലി കിട്ടിയ, എൻ്റെ കോഴ്സിൻ്റെ കംപ്ലീഷന് മുന്നേ എനിക്ക് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. അതായത് എനിക്കൊരു ജോബ് ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും, ഞങ്ങളൊരു 4 പേര്, ഒരു 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ഗ്രാജുവേഷന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സിൽ ജോലി കിട്ടിയ ആദ്യത്തെ 4 ഇന്ത്യൻസ് ഞങ്ങളാണ്, ഞങ്ങളുടെ ബാച്ചിൽ. റീമ എന്നോട് പറഞ്ഞു, റീമയാണ് എൻ്റെ CV എല്ലാ കാര്യങ്ങളും. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് CV-യിൽ. പക്ഷേ നമ്മൾ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഞങ്ങൾ 4 പേരും കോമൺ ആയിട്ട് ഫോളോ ചെയ്തൊരു പാറ്റേൺ എന്ന് പറയുന്നത്, സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് എടുത്തു. ഞങ്ങളെല്ലാവരും അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്സ് എടുത്തു. കാരണം കുറേ ആൾക്കാർ ഇത് ചെയ്യില്ല. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒരു വലിയ ഡിസ്ട്രാക്ഷനാണ്. തീർച്ചയായും ഭയങ്കര ഹെക്റ്റിക്കാണ്. പെട്ടെന്ന് യങ് ഏജിൽ നമ്മളിവിടെ വരുന്നു. എസ്പെഷ്യലി ഇന്ത്യയിൽ നമുക്ക് നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല. ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ മാസ്റ്റേഴ്സിന് അയർലൻഡിൽ വരുന്നു. ഇന്ത്യയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എത്ര ആൾക്ക് ഭയങ്കര കുറവാണ്. പക്ഷേ അയർലൻഡിൽ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്ത് കാശ് ഏൺ ചെയ്യാം. തീർച്ചയായും ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയർലൻഡിൽ നമ്മളൊരു പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്കൊരു 1,200 യൂറോസ് ഒരു മന്ത് ഉണ്ടാക്കാൻ പറ്റും. 1,200 യൂറോസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ മേ ബി 1,20,000 അടുത്തായി. അപ്പം യങ് ആയിട്ടുള്ളൊരു 24 25 വയസ്സുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ഒരു 1.5 ലക്ഷം രൂപ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് കിട്ടുമ്പം അതൊരു വലിയ ഡിസ്ട്രാക്ഷനാണ്. തീർച്ചയായും. അപ്പം നമ്മൾ പല കാര്യങ്ങളിലും ഡീവിയേറ്റ് ആയിപ്പോവും. അതായത് നമ്മൾ ഫോക്കസ്, ഇവിടെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് കൂടുതലും നമ്മൾ മാക്സിമം പൈസ ഉണ്ടാക്കലിലോട്ട് പോകും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന മിക്ക ആൾക്കാർ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരിക. തീർച്ചയായും സോ പഠിച്ച് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷണൽ ലോൺ ക്ലിയർ ചെയ്യാൻ മാക്സിമം പൈസ ഉണ്ടാക്കുക. സോ നമ്മുടെ ഫോക്കസ് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, പഠിക്കുന്ന സമയം നമുക്ക് പാർട്ട് ടൈം ജോബ് വേണം. പക്ഷേ പാർട്ട് ടൈം ജോബ് ഒരു സർവൈവലിന് വേണ്ടി മാത്രം വെക്കുക. അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ളൊരു വേ മാത്രമാണ്. ഫ്യൂച്ചർ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത്, യെസ്, നമ്മൾ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പാർട്ട് ടൈം ജോബിൽ ചിലപ്പം കുറച്ച് അവേഴ്സ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ 20 അവേഴ്സിന് പകരം ചിലപ്പം 12 14 15 അവേഴ്സായിട്ട് കുറയ്ക്കേണ്ടി വരും. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്സ് എടുക്കുക. കുറച്ചല്ല, നല്ല രീതിക്ക് ഹെക്റ്റിക്കാണ്. പക്ഷേ വൺസ് ആ ഒരു 3 ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പം 3 മാസം 2 മാസം 4 മാസം മാക്സിമം പോയ 6 മാസം ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഇൻറ്റേൺഷിപ്സ് എടുക്കുക. ഒരു EU അല്ലെങ്കിൽ ഒരു ഐറിഷ് എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് എനിക്ക് ഇന്ത്യയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. പക്ഷേ എൻ്റെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇവിടെ വാല്യൂ ചെയ്യുന്നില്ല. എൻ്റെ ഇന്ത്യൻ എക്സ്പീരിയൻസ് മേ ബി കൗണ്ട് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനൊരു ഐറിഷ് എക്സ്പീരിയൻസിൻ്റെ അത്ര വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇവിടെ നിന്നൊരു ഇൻറ്റേൺഷിപ്പ് എടുക്കുക, ഒരു EU എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഐറിഷ് എക്സ്പീരിയൻസ് നമ്മുടെ റെസ്യൂമേക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ റെസ്യൂമേയുടെ വെയിറ്റേജ് ഭയങ്കരമായിട്ട് കൂട്ടും. ഇതാണ് ഞാൻ ചെയ്തത്. തീർച്ചയായും ഇതാണ് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞു കൊടുത്തത്. ആൻഡ് ഇത് ഞാൻ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എനിക്കറിയാവുന്ന എല്ലാവർക്കും ജോലിയുണ്ട് ഇപ്പോൾ. ലൈക്ക് ഒരു ഫുൾ ടൈം ജോബ്, നല്ലൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജോബിലാണ് ഇവരിപ്പോൾ. സോ ഇതൊരു ഭയങ്കര ഒരു സീക്രട്ടാണ്. അതായത് ഒരു ജോബ് സെക്യൂർ ചെയ്യില്ല, എസ്പെഷ്യലി HR പോലത്തെ സെക്ടർ. ഇപ്പം HR നോർമലി ഞാൻ ഇവിടെ അയർലൻഡിൽ വന്ന സമയത്ത് തന്നെ ഒരുപാട് കേട്ടൊരു കാര്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ജോലി കിട്ടില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്ന് പറയുമ്പം ഇവിടുത്തെ
ഇവിടുത്തെ ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു റോളാണ് അല്ലെങ്കിൽ ഒരു ഡൊമെയിനാണ് HR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് മാനേജ്മെൻറ്റ് റോൾസോ അല്ലെങ്കിൽ ജോബ്സോ ആയിക്കോട്ടെ. അപ്പം ഇതിൽ കിട്ടാൻ പാടാണ്, പക്ഷേ ഇമ്പോസിബിൾ അല്ല, അത് നമുക്ക് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഇങ്ങനത്തെ മാനേജ്മെൻറ്റ് കോഴ്സസ് എടുക്കുന്ന സമയത്ത് അക്രഡിഷൻസ് നോക്കുക. നമ്മളെ യൂണിവേഴ്സിറ്റി എന്തൊക്കെ അക്രഡിഷൻസ് ആണ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ അക്രഡിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. യൂണിവേഴ്സിറ്റി അല്ല, ആ യൂണിവേഴ്സിറ്റിയിൽ ആ പെർട്ടിക്കുലർ കോഴ്സിനുള്ള അക്രഡിഷൻസ്. ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് CIPD എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൂടെ എൻ്റെ കോഴ്സ് കഴിയുമ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു. CIPD എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഫൈനാൻസിൽ CA, ACCA, CMA എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് CIPD. ഇപ്പം നമ്മൾ 90% ജോബ് ഡിസ്ക്രിപ്ഷൻസ്, HR-നെ പറ്റിയുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മിക്ക ജോബ് ഡിസ്ക്രിപ്ഷൻസിലും ഇവർക്ക് CIPD ക്വാളിഫിക്കേഷൻ സംടൈംസ് ഡിസൈറബിൾ ആണ്, അല്ലെങ്കിൽ CIPD ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് ഡിസൈറബിൾ ആണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫൈനാൻസ് എടുക്കുന്നവർക്ക് അയർലൻഡിൽ ACCA ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റേജ് ആണ്. സോ അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവുക. പിന്നെ എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് എല്ലാ തരത്തിലുള്ള നോളജും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കറൻ്റായിട്ടുള്ള ഐറിഷ് ജോബ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്താണെന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ലിങ്ക്ഡിനിലും ഇൻഡീഡിലൊക്കെ പോയിട്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഒരു റിക്രൂട്ടർ എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക്, അപ്പം ആ സ്കിൽസ് നമുക്ക് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ കയ്യിൽ തന്നെ നമുക്ക് ലിങ്ക്ഡിൻ ഉള്ളവർക്ക് ലിങ്ക്ഡിൻ ലേണിങ്ങിനെ പറ്റി അറിയായിരിക്കും, അറിയാത്തവർക്ക് ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിനകത്ത് പോയാൽ നിങ്ങൾക്ക് കുറേ അധികം സർട്ടിഫിക്കേഷൻ കോഴ്സസ് എടുക്കാൻ പറ്റും. സോ ഞാൻ അങ്ങനത്തെ കുറേ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്നെ തന്നെ അപ്സ്കിൽ ചെയ്യാനായിട്ട്. അതിൽ പല കോഴ്സസും നമ്മൾ അഡീഷണലി പൈസ ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സസ് എടുക്കുക. നമ്മുടെ ലിങ്ക്ഡിനിൽ ഇപ്പം ഈ കോഴ്സസ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റിനെ നമ്മുടെ റെസ്യൂമിൽ നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ CV-യിൽ ആഡ് ചെയ്യാം, നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലിടാം. സോ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഒരു നമുക്കൊരു ഒരു പ്രൊഫഷണൽ സ്പേസിലുള്ളൊരു ഇൻസ്റ്റഗ്രാമാണ് നമ്മുടെ ലിങ്ക്ഡിൻ. ഇൻഡീഡും ലിങ്ക്ഡിനും കമ്പയർ ചെയ്യുമ്പോൾ, അല്ല jobs.in കമ്പയർ ചെയ്യുമ്പം അയർലാൻഡിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ലിങ്ക്ഡിനാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലൈക്ക് അതിപ്പം റീമി പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും ലിങ്ക്ഡിനിൽ ഫോക്കസ് ചെയ്യണം. ഈ ലിങ്ക്ഡിൻ അടക്കം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പം CV പോലെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് കൂടുതൽ എന്തെങ്കിലും ടിപ്സും ട്രിക്സ് എന്തെങ്കിലും? ലിങ്ക്ഡിൻ ലൈക്ക് ഇന്ത്യനെക്കാട്ടിലും ഞാൻ പറയും ലിങ്ക്ഡിനാണ് അയർലൻഡിൽ ഏറ്റവും വലിയ, ഇപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ജോബ് ബോർഡ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു ജോബ് ബോർഡ് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ തന്നെയാണ്. ലിങ്ക്ഡിനിലൊരു അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് പ്രോപ്പറായിട്ട് നമ്മളൊരു CV മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻസിൽ നമ്മൾ ലിങ്ക്ഡിനിലൊരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പം നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൻ്റെ URL നമ്മളെല്ലാം നമ്മുടെ CV-യിലിടും ലിങ്കായിട്ട്. തീർച്ചയായിട്ടും അത് ഇടണം. അതിടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, അത് ഇടണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എംപ്ലോയർ ഒബ്വിയസ്ലി ലിങ്ക്ഡിനിൽ ക്ലിക്ക് ചെയ്ത് നോക്കും ഇവരെന്താണ്. സോ ലിങ്ക്ഡിനിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം ആക്റ്റീവാണ്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളുടെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ സ്നാപ്ഷോട്ടാണ് ലിങ്ക്ഡിൻ. സോ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ CV-യിൽ ഒരു സമ്മറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഫൈൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ലിങ്ക്ഡിനിലും. അതായത് നമ്മളുടെ റോളിനെ പറ്റി, നമ്മുടെ സ്കിൽസിനെ പറ്റി, നമ്മൾ കറണ്ടായിട്ട് ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ അതോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ടു വർക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പ്രൊഫൈലിൽ മെൻഷൻ ചെയ്യുക. രണ്ടാമത് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്തൊക്കെ സ്കിൽസ് അത് സർട്ടിഫിക്കേഷൻ കോഴ്സസിൽ ത്രൂ ആവാം, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ത്രൂ ആവാം, എന്നാണെങ്കിലും നമ്മുടെ എല്ലാ സ്കിൽസും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ
ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 2023 ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന റിക്രൂട്ടർ കയറി നോക്കുമ്പം നിങ്ങൾ 2024 2025 എന്ത് ചെയ്തു എന്നുള്ളത് അതിനകത്ത് നിന്ന് കിട്ടില്ല. സോ ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന് നമ്മൾ എന്തോരം നമ്മൾ പാമ്പർ ചെയ്യുമോ അതിൻ്റെ അപ്പുറം പാമ്പറിങ് നമ്മൾ ലിങ്ക്ഡിന് കൊടുക്കണം. തീർച്ചയായും ശരിയാണ്. ഞാൻ പറയാൻ കാരണം ചില റിക്രൂട്ടേഴ്സ് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും. അതെ, കാരണം നമ്മൾ പ്രൊഫൈൽ കണ്ടിട്ട്, കാരണം ഞങ്ങളെ സോഷ്യൽ മീഡിയൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നും അപ്ഡേറ്റഡ് ആണ്, ലൈക്ക് എല്ലാ വർക്ക്സും കാര്യങ്ങളും ഇട്ടിട്ട്. സോ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ കോട്ട്, ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. സോ അത് എക്സാക്ട്ലി ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് അത് ലിങ്ക്ഡിനിലൊരു അൽഗോരിതം ഉണ്ട്. അതായത് നമ്മളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ തോട്ട്സ് നമ്മൾ ലൈക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അൽഗോരിതം ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിൽ സെറ്റ് ആവും. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു HR റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളും HR റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് നമ്മൾ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നാളെ പിന്നെ ഒരു HR ഒരു റോള് പോസ്റ്റ്, ഒരു ജോബിന് വേക്കൻസി ഉണ്ടെന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവരിലോട്ട് പുഷ് ചെയ്യും. സോ അതുകൊണ്ടാണ് പലപ്പോഴും റിക്രൂട്ടേഴ്സ് നമുക്ക് മെയിൽ അയക്കുന്നത്, ഐ സോ യുവർ പ്രൊഫൈൽ ഓൺ ലിങ്ക്ഡിൻ, വി തിങ്ക് ദാറ്റ് യു ആർ ലൈക്ക് ബെസ്റ്റ് മാച്ച് ഫോർ ദിസ് റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്ലേസ് എ വെരി ബിഗ് റോൾ നമുക്കൊരു എസ്പെഷ്യലി അയർലൻഡിലൊരു ജോലി കിട്ടാൻ. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിങ്ക്ഡിൻ കണക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പല HR ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ജോലികളിൽ നമുക്ക് കാണാൻ പറ്റും ആ ജോലി ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതായിരിക്കും ചിലപ്പോൾ റിക്രൂട്ടിംഗ് മാനേജറോ അല്ലെങ്കിൽ HR ടീമിലുള്ള ഒരാൾ, ടാലൻറ്റ് അക്വിസിഷൻ ടീമിലുള്ള ഒരാളായിരിക്കും അത്. അപ്പം അവർക്ക് പോയൊരു കണക്റ്റ് അയക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ലിങ്ക്ഡിനിൽ പോയി ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഇപ്പം ASP ഫോർ എക്സാമ്പിൾ, ASP എന്നുള്ളൊരു ഓർഗനൈസേഷനിൽ ഒരു സെയിൽസ് അസിസ്റ്റൻറ്റിന് ഒരു വേക്കൻസി വന്നു എന്ന് വെക്കുക. ആ ASPയിലെ ഓർഗനൈസേഷൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിലെ പ്രൊഫൈലിൽ പോയി പീപ്പിൾ ഫിൽട്ടർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കൺട്രിയിലുള്ള എത്ര ആൾക്കാർ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവർക്ക് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലിങ്ക്ഡിനിൽ. എൻ്റെ അടുത്ത് ലിങ്ക്ഡിനിൽ ത്രൂ ഇതുപോലെ ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓപ്പണിംഗ് വരുമ്പം എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. റീമ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് CV ഒപ്റ്റിമൈസ് ചെയ്യണതോ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യണ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ CV അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഞാനൊരു ബുക്ക് ഇറക്കുന്നുണ്ട്. അതായത് ഫോർ എല്ലാ ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലോട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നല്ല വേറെ ഏതൊരു രാജ്യത്തു നിന്നും അയർലൻഡിലോട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ജോബ് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഹാൻഡ് ബുക്ക് പോലൊരു സംഭവം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് ഈസിലി ലൈക്ക് ഫ്രം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടുള്ള സ്റ്റെപ്സ്, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, പിന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ IRP, PPSN, ബാങ്ക് അക്കൗണ്ട്, കംപ്ലീറ്റ് ഗൈഡ് ഞാൻ അങ്ങനെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ലൈക്ക് ഫോർ എവ്രിബഡി. സോ അതിൽ ഞാനിപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ ആ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് അത് വന്നു കഴിഞ്ഞ ഉടനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ത്രൂ എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. അത് ഏറ്റവും വലിയ ന്യൂസാണ് കേട്ടോ. കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റീമയ്ക്ക് അത് എന്തായാലും അത് കൺവേ ചെയ്യാൻ പറ്റും. എന്തായാലും അതൊരു, കാരണം ഞാൻ ഈ രാജ്യത്ത് വന്ന സമയത്ത് ഞാനൊരു ഡൊമെയിൻ ഞാൻ ഫൈനാൻസിലായിരുന്നു എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്. എനിക്ക് HR എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഡൊമെയിൻ ചേഞ്ച് ചെയ്ത് HR വന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും പറ്റും. സോ അപ്പം ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കുറേ കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വെബിനാർസും ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്ത് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. സോ അത് എനിക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് 1 by 1 ആയിട്ട്
ഒരാൾക്കാരെ ലൈക്ക് എന്നോട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നി ഒരു ഇ ബുക്ക് ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്താൽ അത് കുറച്ചും കൂടെ അധികം ആൾക്കാർക്ക് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് അത് എത്തും. അത് എനിക്ക് തോന്നുന്നു അത് കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായും ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്കൊരു എൻ സെഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർസ് ചെയ്യാം. ലൈക്ക് എല്ലാവർക്കും പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ ചെയ്യാം. റെഡി ആയിരിക്കണേ. സി വി പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് 1 page or 2 pages? CV I would say 2 pages because CV നമ്മൾ എപ്പോഴും ഒരു റിക്രൂട്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് CV. സോ CV ലൈക്ക് 2 pages. കവർ ലെറ്റർ നെസസറി ഓർ ഓപ്ഷണൽ? കവർ ലെറ്റർ ഇൻ മോസ്റ്റ് കേസസ് ഓപ്ഷണൽ. പക്ഷേ റിക്രൂട്ടർ അത് വേണമെന്ന് പറയില്ല, കവർ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കവർ ലെറ്റർ ഇസ് നെസസറി. ജനറൽ CV ഓർ ടൈലേർഡ് CV? ടൈലേർഡ് CV ബിക്കോസ് ജനറൽ CVs നമുക്ക് എൻ്റെ നേരത്തെ ഉത്തരത്തിലുണ്ടായിരുന്നു. ജനറൽ CVs റിക്രൂട്ടറിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ജനറിക് ആയിട്ടുള്ളൊരു CV ആണ്, അത് കസ്റ്റമൈസ്ഡ് അല്ല. സോ ജനറിക് ആയിട്ടുള്ള CVs റിജക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓൾവേസ് ഗോ ഫോർ ടൈലേർഡ് CVs. LinkedIn or Indeed in Ireland? LinkedIn or Indeed? LinkedIn, that would be my answer. LinkedIn is my answer. Okay. Keyword or storytelling? Keywords. Confidence or technical depth? Confidence. Cultural fit or experience? Experience matters, but cultural fit matters more. Salary discussion, first round or final round? Final round. Safe answer or bold answers? ബോൾഡ് ആൻസേഴ്സ്. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കും സേഫ് ആൻസേഴ്സ് ആണ് എപ്പോഴും നല്ലതെന്ന് വിചാരിക്കും. പക്ഷേ ബോൾഡ് ആൻസേഴ്സ് ആണ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. കാരണം ടു മച്ച് ബോൾഡ് ആവാൻ പാടില്ല, പക്ഷേ ബോൾഡ് ആൻസേഴ്സ് ആണ് പ്രിഫർ ചെയ്യുക. ഞാൻ പറയാം. ഫോളോ അപ്പ് ഇമെയിൽസ്, യെസ് ഓർ നോ? ഫോളോ അപ്പ് ഇമെയിൽസ് ആവാം, പക്ഷേ റിക്രൂട്ടറിനെ ഇങ്ങനെ ബോംബാർഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഞാൻ ഇന്നലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എൻ്റെ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോംബാർഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഫോളോ അപ്പ് ഇമെയിൽസ് വേണം. ആവാം, യെസ്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു റീമ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്തത്. ഒരു അയർലാൻഡിലൊരു ജോബ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പക്ഷേ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്താൽ എന്തായാലും കിട്ടും എന്നുള്ളൊരു എക്സാമ്പിൾസാണ്, ഫ്രണ്ട്സിൻ്റെ എക്സാമ്പിൾസ് ആയാലും എല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നതും CV എങ്ങനെ നമ്മൾ സ്ട്രക്ചേർഡായിട്ട് സ്റ്റാർ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതും. ഗൈസ്, ഇത് ആരും അങ്ങനെ മിസ് ചെയ്യരുത് ഈ പോഡ്കാസ്റ്റ്. ലൈക്ക് യു ഹാവ് ടു ലിസൺ. എന്താണ് ഒരു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് ഗോണ വർക്ക്, ഐ എം ഷുവർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അജു ഫോർ കോളിംഗ് മീ ടുഡേ. ആൻഡ് ഞാൻ ആദ്യമേ താങ്ക് യു പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, പക്ഷെ എന്നാലും താങ്ക്സ് അഗൈൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളിൽ കുറേ ആൾക്കാരിൽ എനിക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ത്രൂ എത്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ആൻഡ് ഇത് കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, F Talks. And thanks again for calling me. No problem. And all the best for your e-book. ഗൈസ്, ഈ നെക്സ്റ്റ് മന്താണ് റീമയുടെ ഇ-ബുക്ക് ലോഞ്ച് ചെയ്യണത്. ഡെഫിനറ്റ്ലി അവർ യൂട്യൂബ് ചാനലാണ്. അപ്പം എല്ലാവരും അവളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതേപോലത്തെ ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു അഗെയിൻ.